ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ 4.3 ലീനിയർ ഇൻഡിപെൻഡൻസ് ആണ്. ലീനിയർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ സ്പാനിങ് എങ്ങനെയാണ് സ്പാൻ ചെയ്യുന്നുണ്ട് എന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളതും ലീനിയർ ഇൻഡിപെൻഡൻസിൻ്റെ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ കഴിഞ്ഞ സെക്ഷനിൽ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ലീനിയർ ഇൻഡിപെൻഡൻസ് വരുന്നതെന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തൊന്നും ഞാൻ പറയുന്നില്ല. ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുക എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ്. നേരെ ഞാൻ ഡെഫിനേഷനിലേക്ക് പോവാണ്. അപ്പോൾ എന്താണ് ഡെഫിനേഷൻ എന്ന് നോക്കാം. ഡെഫിനേഷൻ പറയുന്നത് ഇതാണ്: ഇഫ് S equal to V1, V2, etc. Vr is a set of two or more vectors in a vector space V, then S is said to be linearly independent set if no vector in S can be expressed as a linear combination of the others. A set that is not linearly independent is said to be linearly dependent. അതായത് ഇവിടെ പറയുന്ന കാര്യം ഇതാണ്: ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, V1, V2, etc. Vr. ഈ സെറ്റിനകത്ത്, ഈ സെറ്റ് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് എന്ന് പറയണമെങ്കിൽ ഈ സെറ്റിനകത്തെ ആരുടെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാനായിട്ട് പറ്റരുത്. ഇപ്പം V1 എടുത്താൽ അത് ബാക്കിയുള്ളവരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റരുത്. V2 എടുത്താൽ അത് മറ്റുള്ളവരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാനായിട്ട് പറ്റരുത്. അങ്ങനെ Vr എടുത്താൽ അത് മറ്റുള്ളവരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റരുത് കേട്ടോ, പറ്റരുത്. അങ്ങനെ ആരുടെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റരുത്. അങ്ങനെയുള്ള ഒരു സെറ്റിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയാനായിട്ട് പറ്റുക. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. ഇനി ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെ പറയുക ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് എന്നാണ് പറയുക. അതായത് ഒരാളെ മറ്റുള്ളവരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സെറ്റിനെ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എല്ലാവരെയും മറ്റുള്ളവരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യൽ എളുപ്പമല്ല അല്ലേ, ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രോബ്ലം ചെയ്യാം? ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ പ്രോബ്ലം ചെയ്യാം എന്നുള്ളതിന് നമുക്കിവിടെ താഴെ ഒരു തിയറം പറയുന്നുണ്ട്. ആ തിയറം അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. തിയറം നോക്കാം. Theorem 4.3.1. A non-empty set S equal to V1, V2, etc. Vr in a vector space V is linearly independent if and only if the coefficients of the vector equation k1 v1 plus k2 v2 plus etc. plus kr vr equal to 0 or k1 equal to 0, k2 equal to 0, etc. kr equal to 0. എന്നുവെച്ചാൽ മീനിങ് ഇതാണ്: ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് കേട്ടോ. അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് എടുക്കുക. അതായത് k1 v1 പ്ലസ് k2 v2 പ്ലസ് എക്സെട്ര പ്ലസ് kr vr. അതിനെ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യിക്കുക. ലീനിയർ കോമ്പിനേഷൻ ഇസ് ഈക്വൽ ടു 0. അവിടെ അപ്പോൾ ആകെ ഒരേ ഒരു സൊല്യൂഷനേ ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ k1, k2, k3, എക്സെട്ര kr-കൾക്ക് ആകെ ഒരൊറ്റ വാല്യൂ ഉണ്ടാവാൻ പാടുള്ളൂ, ഒക്കെ 0 ആകുന്ന വാല്യൂ. അതായത് k1 ഈക്വൽ ടു 0, k2 ഈക്വൽ ടു 0, kr ഈക്വൽ ടു 0, എക്സെട്ര kr ഈക്വൽ ടു 0. ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം k1, k2, എക്സെട്ര kr-കൾക്ക് ഉള്ളൂ എങ്കിൽ നമുക്ക് പറയാം ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. അതല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻറ്റിന് നോൺ സീറോ വാല്യൂസ് വരികയാണ്, വേറൊരു സൊല്യൂഷൻ വരികയാണ് എങ്കിൽ, എല്ലാം 0 ആയാലാണത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക. ഏതെങ്കിലും ഒന്നിന് നോൺ സീറോ വാല്യൂസ് വരുന്നുണ്ട് എങ്കിൽ ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാവുമ്പോൾ പ്രോബ്ലം ചെയ്യാൻ കുഴപ്പമില്ല. ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുക. k1, k2, k3, എക്സെട്ര kr-കളുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ആകെ അതിന് ഈ ട്രിവിയൽ സൊല്യൂഷൻ എന്നാണ് ഇതിന് പറയുക. എല്ലാം 0 ആയിട്ടുള്ള സൊല്യൂഷനെ നമ്മൾ ട്രിവിയൽ സൊല്യൂഷൻ എന്നാണ് പറയുക. അപ്പോൾ എല്ലാ വാല്യൂം 0 ആകുന്ന സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ, അത് മാത്രമേ പാടുള്ളൂ കേട്ടോ, വേറൊന്നും പാടില്ല. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ സെറ്റിനെ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. അതല്ല, ഇതിന് വേറെയും സൊല്യൂഷൻസ്, നോൺ സീറോ സൊല്യൂഷൻസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ തിയറത്തിൻ്റെ പ്രൂഫ് നമുക്കിവിടെ വരുന്നുണ്ട്, നോക്കി നോക്കാം. We will prove this theorem in the case where the set S has 2 or more vectors and leave the case where S has only one vector as exercise. അപ്പോൾ 2 or more vectors ഉള്ള കേസാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. 1 വെക്ടർ ഉള്ള കേസ് നിങ്ങളോട് തന്നെത്താനെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെത്താനെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. S ഈക്വൽ ടു V1 ആണെങ്കിൽ k1 V1 ഈക്വൽ ടു 0 ഇംപ്ലൈസ് k1 ഈക്വൽ ടു 0 അല്ലേ?
v1 നോട്ട് ഈക്വൽ ടു 0 ആണല്ലോ. അപ്പോൾ k1 v1 ഈക്വൽ ടു 0 ഇംപ്ലൈസ് k1 ഈക്വൽ ടു 0. അത്ര തന്നെ എഴുതാനുള്ളൂ അതിനകത്ത്. അപ്പോൾ അതിൽ 2 or more വെക്ടേഴ്സ് ഉള്ള കേസാണ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അസ്യൂം ദാറ്റ് S ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ആദ്യം S ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് കേസിൻ്റെ പ്രൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അസ്യൂം ദാറ്റ് S ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് ഇവിടെ k1 v1 പ്ലസ് k2 v2 പ്ലസ് എക്സെട്ര kr vr ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നതിന് പകരം അവിടെ k1 v1 മാത്രമേ ഉണ്ടാവുള്ളൂ, ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അപ്പോൾ v1 നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ദ ഓൺലി പോസിബിലിറ്റി k1 ഈക്വൽ ടു 0 എന്ന് എഴുതിയിട്ട് ചെയ്യാം. തിരിച്ച് അത് ഇത് ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ കുറേ എഴുതുന്നതിന് പകരം ഒരെണ്ണം എഴുതി ചെയ്തു പോയാൽ ഫസ്റ്റ് ഒരെണ്ണം മാത്രമുള്ള കേസായി കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 2 or moreൻ്റെ കേസാണ് ഇവിടെ ചെയ്യുന്നത്. അത് നോക്കിയിട്ട് ഫസ്റ്റ് ഒരെണ്ണം മാത്രം വരുന്നതിൻ്റെ കേസ് ചെയ്താലും മതി. അപ്പോൾ വി വിൽ ഷോ ദാറ്റ് അപ്പോൾ ആദ്യം നമ്മൾ S ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ കോഎഫിഷ്യൻസ് എല്ലാം 0 വരലാണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് എഴുതിയിട്ടുണ്ട്. k1 v1 പ്ലസ് k2 v2 പ്ലസ് എക്സെട്ര പ്ലസ് kr vr is equal to 0 can be satisfied with the coefficients that are not all 0. അപ്പോൾ then at least one of the vectors in S must be expressible as a linear combination of the others. അപ്പോൾ ഇതൊക്കെ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ തൽക്കാലം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം അസ്യൂം ചെയ്യാണ്. നമ്മൾ പറയാണ് ഇതിൻ്റെ എല്ലാ കോഎഫിഷ്യൻസും 0 അല്ല എന്ന് വിചാരിക്കൂ. ഓപ്പോസിറ്റ് ആട്ടോ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ കോമ്പിനേഷൻസും 0 അല്ല എന്ന് വിചാരിക്കൂ എന്ന് അസ്യൂം ചെയ്യാണ്. Not all 0, then at least one of the vectors in S must be expressible as a linear combination of the others. അതായത് അപ്പോൾ ഏതെങ്കിലും ഒന്ന് നോൺ സീറോ വന്നിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലും ഒന്നിൻ്റെ കോഎഫിഷ്യൻ്റ് നോൺ സീറോ വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ നമുക്ക് ഏതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണോ നോൺ സീറോ വന്നത് അതിനെ നമുക്ക് മറ്റുള്ളവരുടെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്തായി? ലീനിയർ ഇൻഡിപെൻഡൻ്റ് അല്ലാണ്ടായി. ഒരാളെ മറ്റുള്ളവരെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവില്ലല്ലോ, ഡിപ്പെൻഡൻ്റ് അല്ലേ ആവുക. അപ്പോൾ അതിൻ്റെ നമ്മുടെ അസംഷന് കോൺട്രഡിക്ഷൻ വരും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്തു. നമുക്ക് എല്ലാ കോഎഫിഷ്യൻറ്റും 0 ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം അസ്യൂം ചെയ്തു. ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻ്റെങ്കിലും നോൺ സീറോ വരുന്നുണ്ട് എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ നോൺ സീറോ കോഎഫിഷ്യൻ്റ് വരുന്ന ആളെ മറ്റുള്ളവരുടെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. അതവിടെ കാണിച്ചിട്ടുണ്ട്, സ്പെസിഫിക് ആയിട്ട് ഇതവിടെ പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് ദാറ്റ് k1 നോട്ട് ഈക്വൽ ടു 0, k1 ആണ് ആ നോൺ സീറോ വാല്യൂ വരണേന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ k1 v1 ഇവിടെ നിർത്തുക, ബാക്കിയുള്ളവരെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്താവും? k1 v1 ഈക്വൽ ടു മൈനസ് k2 v2 മൈനസ് k3 v3 മൈനസ് kr vr. ആ ഒരു സ്റ്റെപ്പ് ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റെപ്പ് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യുക കേട്ടോ. ഇനി അതിൽ നിന്ന് v1 മാത്രം അവിടെ നിർത്തി ത്രൂ ഔട്ട് k1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ടുള്ള സ്റ്റെപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നിങ്ങളപ്പോൾ ഈ ഇടയിൽ ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്യണം. k1 v1 അവിടെ നിർത്തുക, ബാക്കിയുള്ളവരെയൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് v1 അവിടെ നിർത്തുക, k1 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ മൈനസ് k2 ബൈ k1 ഇൻറ്റു v2 എക്സെട്ര മൈനസ് kr ബൈ k1 ഇൻറ്റു vr. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, എക്സെട്ര ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നോക്കിയേ, v1നെ നമുക്ക് v2 v3 എക്സെട്ര vrകളുടെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാനായിട്ട് പറ്റി അല്ലേ? അപ്പോൾ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നായിരുന്നു നമ്മുടെ അസംഷൻ. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിലുള്ള ആരെയും മറ്റുള്ളവരുടെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് v1നെ മറ്റുള്ളവരുടെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റി. അതെന്തുകൊണ്ടാണ്? നമ്മളിവിടെ അസ്യൂം ചെയ്തത് തെറ്റിപ്പോയതുകൊണ്ടാണ്. എല്ലാ കോഎഫിഷ്യൻറ്റും 0 അല്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അങ്ങനെ പ്രൊസീഡ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റിയത്. നമ്മുടെ അസംഷന് റോങ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്തത്, അതായത് എല്ലാ കോഎഫിഷ്യൻറ്റും 0 അല്ല എന്ന് അസ്യൂം ചെയ്ത് പ്രൊസീഡ് ചെയ്താൽ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടും. അതായത് നമ്മൾ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അസ്യൂം ചെയ്തതിന് വിരുദ്ധമായൊരു കാര്യം ഇവിടെ കിട്ടും. അതായത് ഇയാളെ മറ്റുള്ളവരെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റി, അതുകൊണ്ട് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവില്ല, അങ്ങനെ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ഇതിനിടയിൽ എന്താണ്, എല്ലാ കോഎഫിഷ്യൻസും 0 അല്ല എന്ന് അസ്യൂം ചെയ്തതാണ് അവിടെ റോങ് ആയിപ്പോയത്. അപ്പോൾ പിന്നെ എന്താ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ? എസ് എന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ പിന്നെ എന്താ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ?
ഈ എല്ലാ കോഎഫിഷ്യൻസും 0 ആകാൻ തന്നെ പറ്റുള്ളൂ. എല്ലാ കോഎഫിഷ്യൻസും 0 അല്ല എന്ന് പ്രൊസീഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്നുള്ളൊരു കോൺട്രഡിക്ഷനിലേക്ക് എത്തേണ്ടി വന്നത് അല്ലേ. അപ്പോൾ എന്താ പിന്നെ ഇവിടെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ അവിടുത്തെ ഒരേ ഒരു പോസിബിലിറ്റി, എല്ലാ കോഎഫിഷ്യൻസും 0 ആയിരിക്കും. K1 = K2 = എക്സെട്ര KR VR = 0. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. അതാണ് അതിൻ്റെ ഒരു പാർട്ട്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് അല്ലേ. അപ്പോൾ രണ്ട് പാർട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണം. ഇനി കോൺവേഴ്സ് അസ്യൂം ചെയ്യാം. കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് ദ കോഎഫിഷ്യൻറ്റ് സാറ്റിസ്ഫൈയിങ് 11 എന്ന് വെച്ചാൽ K1 V1 + K2 V2 + എക്സെട്ര + KR VR = 0 ആർ K1 = 0 K2 = 0 KR = 0. അതായത് ലീനിയർ കോമ്പിനേഷൻ = 0 ചെയ്യുമ്പോൾ ഒരേ ഒരു പോസിബിലിറ്റി K1 = 0, എല്ലാ കോഎഫിഷ്യൻറ്റും 0 വരലാണ് എന്ന് അസ്യൂം ചെയ്യുക. അതാണ് ഒരു പാർട്ട് അസ്യൂം ചെയ്യേണ്ടത്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യേണ്ടി വരും? എസ് എന്ന് പറയുന്ന സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ നമുക്ക് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ബട്ട് ഇഫ് ദിസ് were true of the coefficients and the vectors were not linearly independent, then at least one of them would be expressible as a linear combination of the others. Say, അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം തന്നെ തിരിച്ചു പറയാണ്. എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി സപ്പോസ് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് വിചാരിക്കൂ. അല്ല എന്നെങ്ങാനും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്നെങ്ങാനും എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അത് പോസിബിൾ ആവുമോ എന്നാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഏതെങ്കിലും ഒരെണ്ണത്തിനെ മറ്റുള്ളവരെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും അല്ലേ. എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല എങ്കിൽ സപ്പോസ് V1-നെയാണ് അങ്ങനെ മറ്റുള്ളവരെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റുന്നതെന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒന്നിനെ എഴുതിയാൽ മതി. ഇപ്പോൾ നമ്മൾ V1-നെ എഴുതുന്നു നമ്മുടെ സൗകര്യാർത്ഥം, അത്രയേ ഉള്ളൂ. അപ്പോൾ V1 = C2 V2 + എക്സെട്ര + CR VR എന്ന് എഴുതാൻ പറ്റും എന്ന് വിചാരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലാത്തതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് V1 പിന്നെ ഇതിനെല്ലാം ഇപ്പുറത്തേക്ക് എടുക്കുക +-C2 × V2 + എക്സെട്ര + -CR × VR = 0 എന്ന് എഴുതാൻ പറ്റും. ഇവിടെയുള്ള ടേംസിനൊക്കെ ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നോക്കി ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് V1 V2 എക്സെട്ര VR ആണ്. നമ്മുടെ അസംഷൻ പ്രകാരം ഇവിടെ ഏത് കോഎഫിഷ്യൻറ്റ് വന്നാലും ഈ ലീനിയർ കോമ്പിനേഷൻ V1 V2 എക്സെട്ര VRകളുടെ ലീനിയർ കോമ്പിനേഷൻ എടുത്ത് =0 ചെയ്യുമ്പോൾ കോഎഫിഷ്യൻറ്റ് ഏത് വന്നാലും ആ കോഎഫിഷ്യൻ്റ് എല്ലാം 0 ആയിരിക്കും എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ ഈ കണ്ടീഷൻ പ്രകാരം നോക്കിയേ C2 0 വരാം, എക്സെട്ര C3 0 വരാം, എക്സെട്ര CR 0 വരാം, അതിന് പ്രശ്നമില്ല. പക്ഷേ V1-ൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ? 1 ആണ് വരുന്നത്. അതൊരിക്കലും 0 ആവില്ല. നമ്മൾ ഈ തുടക്കത്തിൽ അസ്യൂം ചെയ്ത കണ്ടീഷന് കോൺട്രഡിക്ഷൻ ആവും, വിരുദ്ധമാവും. നമ്മൾ അസ്യൂം ചെയ്തതിനേക്കാളും തെറ്റായിട്ടുള്ളൊരു കാര്യം വരും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കോൺട്രഡിക്ഷനിലേക്ക് എത്തണത്? ഇതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ് കേട്ടോ. തീറം പ്രൂവ് ചെയ്യാനുള്ള കോൺട്രഡിക്ഷൻ മെത്തേഡ് ഇതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അസ്യൂം ചെയ്ത കാര്യം ഒരിക്കലും തെറ്റാൻ പാടില്ല, ഹൈപ്പോത്തസിസ് ഒരിക്കലും തെറ്റാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു റോങ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിയത്, അതായത് ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് 1 വരുന്നുണ്ട് V1-ൻ്റെ, ബാക്കിയുള്ള കോഎഫിഷ്യൻ്റൊക്കെ വേണമെങ്കിൽ 0 ആവാം, പക്ഷേ 1 എന്നുള്ള കോഎഫിഷ്യൻറ്റ് V1-ന് വരുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും വരാൻ പറ്റില്ല. നമ്മുടെ അസംഷൻ പ്രകാരം എല്ലാ കോഎഫിഷ്യൻറ്റും 0 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു തെറ്റായ അല്ലെങ്കിൽ കോൺട്രഡിക്ഷനിലേക്ക്, ഇതാണ് കോൺട്രഡിക്ഷൻ, ഈ കോൺട്രഡിക്ഷനിലേക്ക് നമ്മൾ എത്താനുള്ള കാരണം നമ്മൾ എസ് നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് അസ്യൂം ചെയ്തതുകൊണ്ടാണ് അല്ലേ. അങ്ങനെ പ്രൊസീഡ് ചെയ്തപ്പോഴാണ് നമ്മൾ കോൺട്രഡിക്ഷനിലേക്ക് എത്തിയത്. കോൺട്രഡിക്ഷനിലേക്ക് എത്തിയാൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ വന്ന വഴി തെറ്റിപ്പോയി, നമ്മുടെ റൂട്ട് തെറ്റിപ്പോയി എന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് തൊട്ട് മുമ്പ് അസ്യൂം ചെയ്ത കാര്യം റോങ് ആണ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ച് ചെയ്യുന്ന നല്ലൊരു പ്രൂഫാണ് കേട്ടത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും അതെ, സെക്കൻഡ് പാർട്ടും അതെ, നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മൾ കോൺട്രഡിക്ഷനിലേക്ക് എത്താൻ കാര്യം നമ്മൾ അതിന് തൊട്ട് മുമ്പായിട്ട് അസ്യൂം ചെയ്ത കാര്യം തെറ്റിപ്പോയി എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് എസ് നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്നുള്ളതിലായിരുന്നു. അപ്പോൾ പിന്നെ എന്താ അവിടെ ഒരു പോസിബിലിറ്റി ഉള്ളൂ? നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അല്ല എങ്കിൽ പിന്നെ എന്താ പോസിബിലിറ്റി ഉള്ളൂ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാനേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമുക്കിതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് പ്രൂഫ് ചെയ്യുന്നത് എന്നുള്ളത്? ഓക്കെ, പ്രൂഫ് നന്നായിട്ട് പഠിക്കുക.